ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. തൻ്റെ ഒന്നാം മിഷണറി യാത്രയിൽ അന്ത്യോക്യയിൽ എത്തിച്ചേരുന്ന വിശുദ്ധ പൗലോസിനോടൊപ്പം വിശുദ്ധ ബർണ്ണബാസും ഉണ്ടായിരുന്നു. ശാബത്ത് ദിവസം പള്ളിയിൽ വിശുദ്ധ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അസ്യാലുക്കളായ യഹൂദന്മാർ വിശുദ്ധ പൗലോസിനെയും കൂട്ടാളിയായ വിശുദ്ധ ബർണ്ണബാസിനെയും പ്രസംഗിക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. യഹൂദന്മാർ ദൈവവചനം അറിയിക്കുന്നതിൽ നിന്ന് വിലക്കി എങ്കിലും ജാതികൾ ദൈവവചനം കേട്ട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവവചനം ഇസ്രായേൽ തള്ളിക്കളയുന്നു. അതിൻ്റെ ശിക്ഷാവിധി എന്ന വണ്ണം ദൈവവചനം ജാതികളെ അറിയിക്കുകയും അവർ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മോശയും പ്രവാചകന്മാരും മുൻകൂട്ടി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇവിടെ സംഭവിക്കുകയാണ്. ജാതികൾ ദൈവവചനം സ്വീകരിക്കുന്നു എന്ന് കാണുമ്പോൾ യഹൂദന്മാർ യഹൂദ സ്ത്രീകളെയും പ്രമാണിമാരെയും ഇളക്കി പൗലോസിൻ്റെയും ബർണ്ണബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാദൂത് നിരസിച്ച ഇസ്രായേൽ ജനതയോട് ദൈവം ദീർഘക്ഷമയോടെ ഇടപെടുന്നു. ഇന്നും ആ ദൈവം പുതിയ ഇസ്രായേലാകുന്ന നമ്മോട് ദീർഘക്ഷമയോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ സത്യങ്ങളും ഉപദേശങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഓരോ ക്രൈസ്തവൻ്റെയും ഉത്തരവാദിത്വം. വചനം അനുസരിച്ച് ജീവിക്കുക മാത്രമല്ല, ആ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതും നമ്മുടെ കടമയാണ്. ഈ പരിശുദ്ധ നോമ്പിലൂടെ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം സ്വീകരിച്ച് മറ്റുള്ളവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ രക്ഷാകരമായ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഈ ദൗത്യ നിർവഹണത്തിൽ ഞങ്ങൾ നേരിടുന്ന തടസ്സങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ആമീൻ.